അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12:20 ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം അല്ലെ. ഇതിന്റെ കൂടെ തന്നെ ഉള്ളതായിരുന്നു എന്തെന്ന് വൺ മോർ ഐ ഹാവ് മെൻഷൻ. ഏതായിരുന്നു? വാട്ട് കംസ് വിത്ത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ ക്യൂവർമം. ഇതിന്റെ കൂടെ വരുന്ന മറ്റൊന്നും കൂടി ഉണ്ട്. അതിന്റെ നെയിം ഞാൻ മെൻഷൻ ചെയ്തു. എന്തായിരുന്നു അത്? Which one was that? ഓസിലേറ്റിംഗ് സിലിണ്ടർ. ഓസിലേറ്റിംഗ് സിലിണ്ടർ. വിറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻവേർഷൻ അല്ലേ സ്ലൈഡർ ക്രാങ്കിന്റെ. നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. വിറ്റ്വർക്ക് ക്വിക്ക് റിട്ടേൺ മോഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്കിന്റെ അടുത്തതാണ്, നെക്സ്റ്റ് ഇൻവേർഷൻ ആണ് അല്ലെ. ഇതിന്റെ കൂടെ വരുന്ന ഓസിലേറ്റിംഗ് സിലിണ്ടർ ലാസ്റ്റ് വൺ ആയിട്ടാണ് നമ്മൾ വിറ്റ്വർക്ക് പഠിച്ചത്. വിറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്രാങ്ക് ഫിക്സ് ചെയ്യുന്നു അല്ലെ. വിറ്റ്വർക്കിന്റെ കൂടെ വരുന്ന മറ്റൊരു മെക്കാനിസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? റോട്ടറി എഞ്ചിൻ. വെരി ഗുഡ്. റോട്ടറി എഞ്ചിൻ. സിഗ്നിഫിക്കൻസ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ലെക്ചർ നോട്ട്സ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലെക്ചർ നോട്ട്സ് എഴുതുന്നതിന്റെ ഗുണം ഇവിടെയാണ്. ലാസ്റ്റ് ഡബിൾ സ്ലൈഡർ ക്രാങ്കിൽ 3 എണ്ണം അല്ലെ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എലിപ്റ്റിക്കൽ ട്രാവൽ. രണ്ടാമത്തെ എന്തായിരുന്നു? സ്കോച്ച് യോക്ക് മെക്കാനിസം. ലാസ്റ്റ് വൺ വാസ് ഓൾഡ് ഹാംസ്. ഇത് മൂന്ന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റെഫർ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. ഓക്കെ, പിന്നീട് ടൈമുള്ള സമയത്താണെങ്കിൽ ഐ ഗോ ഗെറ്റ് ഇൻടു ദി ഡീറ്റെയിൽസ് ഓഫ് ഓൾ ദീസ് 3 ഇൻവേർഷൻസ്. സോ ഇൻവേർഷൻസ് എന്നുള്ള ടോപ്പിക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. Definitely you will receive a 10 marks question from this one. ആ 10 മാർക്സ് സ്പ്ലിറ്റ് അപ്പ് ആവാം. 2 മാർക്ക് 8 മാർക്കും ആവാം, അല്ലെങ്കിൽ 4 മാർക്ക് 6 മാർക്സ് ആവാം. ഏത് രീതിയിലാവാം. പക്ഷെ ഡെഫിനറ്റ്ലി ഇൻവേർഷൻസ് ആർ ഡേറ്റഡ് ഓൾ ടുഗദർ ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. പല രീതിയിൽ വരാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ഇൻവേർഷൻസ്? എക്സ്പ്ലെയിൻ എനി 2 ഇൻവേർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക്. ഇഷ്ടമുള്ളത് എഴുതാം. എഴുതുന്നത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. 10 മാർക്കിന്റെ ഒരു ചോദ്യം എഴുതേണ്ടത് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് വെറുതെ നമ്മൾ എന്തെങ്കിലും കുറച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് വിട്ടാൽ പോരാ. യു ഹാവ് ടു ഗെറ്റ് ഇൻടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി മെക്കാനിസംസ്. ക്ലിയർ? ഇതാണ് ഓൾ ടുഗദർ ഇൻവേർഷൻസിലുള്ളത്. ഇൻവേർഷൻസ് എന്ന ടോപ്പിക്കിൽ ജനറലി നമ്മൾ ഇൻവേർഷൻസ് പറഞ്ഞാൽ എന്തായിരുന്നു? കൈനമാറ്റിക് ചേഞ്ച് ഫിക്സ് ചെയ്തിട്ട് we convert that one into a mechanism. So as we have gone through several sets of അല്ലെങ്കിൽ a few sets of fundamental mechanisms, നമുക്ക് ഇനി നമ്മുടെ മെക്കാനിക്സ് ഓഫ് മെഷീനറി റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അനാലിസിസ് ഓഫ് സച്ച് മെക്കാനിസംസ് ആണ്. എത്ര രീതിയിൽ, ഏതൊക്കെ രീതിയിൽ, എന്തൊക്കെ അനാലിസിസുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. സോ ഇൻവേർഷൻസിൽ നിന്ന് നമ്മൾ എത്തിയത് മെക്കാനിസത്തിലേക്കാണ്. ഇനി മെക്കാനിസത്തിൽ നമ്മൾ പോകുന്നത് എന്തിലേക്കാണ്? അനാലിസിസിലേക്ക്. ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അമർനാഥ് ഇപ്പോഴാണ് എത്തുന്നത്. അനാലിസിസിലേക്കാണ് പോകുന്നത്. അനാലിസിസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മെക്കാനിസം, ഒരു ഫണ്ടമെന്റൽ മെക്കാനിസം എടുത്ത് നോക്കിയാൽ ആ മെക്കാനിസവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ മെക്കാനിസത്തിലെ ഡിഫറെന്റ് പാർട്സ് റിലേറ്റഡ് ടു ഈച്ച് ആൻഡ് എവറി പാർട്ട് വാട്ട് യു ഹാവ് ടു അനലൈസിസ്, അതിൻ്റെയൊക്കെ മോഷൻ ആണ് അനലൈസ് ചെയ്യാൻ. ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു അനലൈസ്. മോഷൻ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഹാവ് എ തറോ നോളജ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു ലിങ്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ള മനസ്സിലാക്കണം. ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിങ്ക് ടൈം ഡിപെൻഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ there will be velocity. അതിന് വെലോസിറ്റി ഉണ്ടാവും. And if the velocity is also keep on changing, definitely there will be the presence of acceleration. ആ ലിങ്ക് അല്ലെങ്കിൽ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവും അല്ലെ. ഈ മൂന്നെണ്ണമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ? ഈ 3 സെറ്റ് ഓഫ് അനാലിസിസും നമ്മൾ നടത്താൻ പോകുന്നത് ഓൺലി 2 ഫണ്ടമെന്റൽ
kinematic chains. രണ്ട് ഫണ്ടമെന്റൽ കൈനമാറ്റിക് ചെയിൻസിലെ നമ്മൾ എല്ലാ അനാലിസിസും നടത്തും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 4-bar chain and slider crank. ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ഒന്നും വരുന്നില്ല. അതായത് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ദിസ് സെക്ഷൻ ഈസ് ടോട്ടലി വാട്ട്, ദിസ് ഈസ് യുവർ ന്യൂമറിക്കൽ പാർട്ട്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ന്യൂമറിക്കൽ പാർട്ട്. ഈ ന്യൂമറിക്കൽ പാർട്ട് ടോട്ടലി റിലേറ്റ് ചെയ്യുന്ന ഈ രണ്ട് ചെയിനുമായിട്ട് മാത്രമാണ്. 4-bar ചെയിൻ ആൻഡ് സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. ഇതിൽ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ എന്ന് ഫണ്ടമെന്റൽ കൈനമാറ്റിക് ചെയിൻ വരുന്നേ ഇല്ല. 4-bar ചെയിൻ എന്തായിരുന്നു? എല്ലാ പെയറും ടേണിംഗ് പെയർ ആയിട്ടുള്ളത്. സ്ലൈഡർ ക്രാങ്ക് എന്തായിരുന്നു? 3 ടേണിംഗ് പെയറും ഒരു സ്ലൈഡിംഗ് പെയറും. സോ only related to these two fundamental kinematic chains you will have to do the numericals. ഈ ന്യൂമറിക്കൽസ് എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? അനാലിസിസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെക്കാനിസം അല്ലെങ്കിൽ കൈനമാറ്റിക് ചെയിൻ ഉണ്ടെങ്കിൽ അതിലെ ഡിഫറെന്റ് പാർട്സിൽ വരുന്ന മോഷൻ സ്റ്റഡി അനാലിസിസ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്ന പാർട്ട് അനാലിസിസ് ആണ്. For analyzing, Minosh ഇപ്പോഴാണ് വരുന്നത്. For analyzing this very contents related to each and every part of the mechanism, നിങ്ങൾ സിലബസിൽ മെൻഷൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ് ഉണ്ട്. 2 methods are mentioned in your syllabus and both are really important. First one is instantaneous center method, and the second one is relative velocity method. ഈ രണ്ട് പാർട്ടിൽ you will get numericals. ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡിന് ആയിരിക്കും ചിലപ്പോൾ ഇപ്രാവശ്യം വരാൻ പോകുന്നത് ന്യൂമറിക്കൽ, അല്ല എങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി. രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ന്യൂമറിക്കൽ വരിക, ഏതെങ്കിലും ഒരു മെത്തേഡ്. ഓക്കെ, മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് മെത്തേഡിലും ചെയ്യാം. ബട്ട് വെൻ യു ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദീസ് ടു യു വിൽ അണ്ടർസ്റ്റാൻഡ് വേർ ആൻഡ് വെൻ ടു യൂസ് അല്ലെങ്കിൽ ഗോ ത്രൂ വിച്ച് വൺ ഓഫ് ദ മെത്തേഡ്സ്. ഓക്കെ, സോ ഫോർ ദ ടൈം ബീങ് just keep in mind, നമുക്ക് ഈ അനാലിസിസുകൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ട് we have 2 methods. One is instantaneous center method, next one is relative velocity method. We will start with instantaneous center method. Instantaneous center നമ്മൾ എളുപ്പത്തിന് ഐ സെന്റർ എന്ന് പറയും, അല്ലെങ്കിൽ we will be representing using the term ഐ സെന്റർ. You have to understand first you have to understand what is an ഐ സെന്റർ. ഒരു ഐ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടേം നിങ്ങൾ മുന്നേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Have you come across this term ഐ സെന്റർ anywhere? മെക്കാനിക്സ്. എക്സാക്ട്ലി, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഇത് കേട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ലാസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? വൈബ്രേഷൻസ് ഉണ്ട്, അതുമായി റിലേറ്റഡ് കുറച്ച് ടേംസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ പഠിക്കുന്ന ഒരു ടേമാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. യു ഹാവ് ഇറ്റ്, ഐ മീൻ dealt in detail with ഐ സെന്റർ, but still you have come across this term in your engineering mechanics syllabus. ഐ സെന്റർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഐ സെന്റർ എന്ന് പറഞ്ഞാൽ this is a virtual concept. This is a virtual
കൺസെപ്റ്റ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? അൺറിയൽ ആണ് അല്ലെ, റിയാലിറ്റി അല്ല, ഒരു കൺസെപ്റ്റ്, പ്യൂർലി കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് വി അപ്രോക്സിമേറ്റ് അവർ സ്റ്റഡി, അതാണ് ചെയ്യാൻ പോകുന്നത്. ഇമാജിൻ നമ്മളെ ഓട്ടോമൊബൈൽസ് മൂവ് ചെയ്യുന്ന സമയത്ത് ടയർ മൂവ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ടയറിന്റെ മോഷൻ എങ്ങനെയാണ് ആക്ച്വലി? ഒരു റോഡ് സർഫസിലൂടെ, ഒരു പ്ലെയിൻ സർഫസിലൂടെ ടയർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടയറിന് എന്താ സംഭവിക്കുന്നത്? ടയർ ട്രാൻസ്ലേറ്റ് ചെയ്യാണോ ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? വെരി ഗുഡ്, രണ്ടും ഉണ്ട് അല്ലെ. നമ്മൾ ഫാന് സ്വിച്ച് ഇട്ട് ഫാൻ ഓൺ ആക്കിയിട്ട് ഫാനിലേക്ക് നോക്കിയാൽ ഫാനിന്റെ ബ്ലേഡ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സിംപ്ലി റൊട്ടേറ്റ് അല്ലെ, റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മള് ടേബിളിന്റെ മേലെ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ബ്ലോക്ക് വെച്ചിട്ട് ഈ ബ്ലോക്കിനെ ഞാൻ ഇങ്ങനെ ടേബിൾ സർഫസിലൂടെ മൂവ് ചെയ്താൽ ദിസ് ഈസ് സിംപ്ലി ട്രാൻസ്ലേഷൻ. ബട്ട് ഒരു ഓട്ടോമൊബൈലിന്റെ വീലെടുത്ത് നോക്കി എന്താ സംഭവിക്കുന്നത്? അത് ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ഫ്ലാറ്റ് സർഫസിലൂടെ അത് മൂവും ചെയ്യുന്നുണ്ട് അല്ലെ. സോ റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ ആണ് ഈ ടയറിൽ സംഭവിക്കുന്ന മോഷൻ. റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ. സോ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ? ഇൻ ജനറൽ വി കൺസിഡർ ദ മോഷൻ ഓഫ് എ ബോഡി ഇൻ എൻ എൻവയൺമെന്റ്. അത് പ്ലെയിൻ എൻവയൺമെന്റ് ആവാം, 3D എൻവയൺമെന്റ് ആവാം. ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി വി generalize that motion of that particular body as a rotatory motion. ഒരു റൊട്ടേറ്ററി മോഷൻ ആയിട്ട് ഒരു ജനറലൈസേഷൻ ഒക്കെ നടത്തും. മനസ്സിലാവുന്നുണ്ടോ? ആ റൊട്ടേറ്ററി മോഷൻ നടക്കുന്നത്, ഏത് സാധനം റൊട്ടേറ്റ് ചെയ്യണം, there should be a center അല്ലെ. ഒരു റൊട്ടേറ്ററി പാത്ത് ഉണ്ടാവണം, ആ പാത്തില് റൊട്ടേഷൻ ആണ്, സർക്കുലർ ആണെങ്കിൽ അതിനൊരു സെന്റർ ഉണ്ടാവും. So that particular combination of rotation and translation, which we have considered as pure rotation, will be taking place about a center. That center is known as eye center or instantaneous center. അതൊരു വെർച്വൽ സെന്റർ ആണ്. അങ്ങനെ ഒരു സെന്റർ ഇല്ല, പക്ഷെ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നു. വി ഹാവ് എ വെർച്വൽ സെന്റർ, ഒരു ഐ സെന്റർ എന്നുള്ള വെർച്വൽ സെന്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി ഒരു കാര്യം പറയാം. Let this be a link AB. ഈ AB എന്ന് പറഞ്ഞ ലിങ്കിന്റെ ഇനീഷ്യൽ പൊസിഷൻ ആണ്. കുറച്ച് ആഫ്റ്റർ ടൈം ഓഫ് ടി സെക്കൻഡ്സ് ഇതിന്റെ പൊസിഷൻ മാറുന്നതാണ്. This is attaining a new position, A dash B dash. ഒരു പുതിയ പൊസിഷൻ എത്തുന്നതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ this is attaining a newer position. A dash B double dash. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിനൊന്ന് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? സി, എ ബി ഇനീഷ്യൽ പൊസിഷൻ ആണ്. എ ബി എന്ന ഇനീഷ്യൽ പൊസിഷനിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മൂവ് ചെയ്തിട്ട്, റൊട്ടേഷൻ അല്ല, സ്ട്രെയിറ്റ് പ്ലെയിനിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മൂവ് ചെയ്തിട്ട് ഇറ്റ് അറ്റൈൻഡ് എ സെക്കൻഡറി പൊസിഷൻ എ ഡാഷ് ബി ഡാഷ്. ആ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞ സെക്കൻഡറി പൊസിഷനിൽ പിന്നെ എന്താ സംഭവിച്ചത്? കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു, എ സ്റ്റാറ്റിക് ആയിട്ട് നിന്നു. ബി മാത്രമല്ല, ഇവിടെ റൊട്ടേഷൻ നടക്കും. മനസ്സിലാവുന്നില്ലേ? സോ ഇനീഷ്യൽ പൊസിഷൻ എ ബിയിൽ നിന്ന് ഫൈനൽ പൊസിഷൻ എ ഡാഷ് ബി ഡാഷിലേക്ക്, ബി ഡബിൾ ഡാഷിലേക്ക് എത്താൻ എന്താണ്? ദ ലിങ്ക് കൺസീവ്ഡ് എ മിക്സഡ് മോഷൻ ആണ്. റൊട്ടേഷൻ, സോറി, ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ അല്ല. ഇത് ഇവിടുന്ന് ഇവിടം വരെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഈ മോഷനെ ഞാൻ രണ്ടാക്കി കാണിച്ചു. ഇവിടുന്ന് ഇവിടം വരെ ട്രാൻസ്ലേഷൻ, ഇവിടുന്ന് ഇവിടുന്ന് റൊട്ടേഷൻ. ബട്ട് ആക്ച്വൽ കേസിൽ എന്താ? സ്പീഡിൽ നോക്കി എന്താ സംഭവിക്കുക? ഇതാണ് അല്ലെ, ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ ആണ്. ഈ ഒരു ജനറലൈസ്ഡ് മോഷന് വിത്ത് കൺസെപ്റ്റ് ഓഫ് ഐ സെന്റർ നമ്മൾ എന്താണ് മനസ്സിലാക്കുക? നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഈ കൺസിഡർ ദിസ് ആസ് എ ജനറലൈസ്ഡ് റൊട്ടേറ്ററി മോഷൻ വിത്ത് റെസ്പെക്ട് ടു സം സെന്റർ. ആ സെന്ററിനാണ്, ആ ഇമാജിനറി സെന്ററിനാണ് നമ്മൾ ഐ സെന്റർ എന്ന് പറയുന്നത്. ആ സെന്റർ എങ്ങനെയായിരിക്കും വെച്ചാൽ, ഞാൻ എ ബി എ ഡാഷ്, ഫൈനൽ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ ഓഫ് എ ആണ് ഇത്, ഫൈനൽ പൊസിഷൻ ഓഫ് എ ആണ് എ ഡാഷ്. അതിനൊരു കോഡ് വെച്ച് ജോയിൻ ചെയ്യും. ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ ഓഫ് ബി ഞാൻ ഒരു കോഡ് വെച്ച് ജോയിൻ ചെയ്യും. Now I am going to draw ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ സെന്റർ. ഇതിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച്
ഇതാണ് ഇതിന്റെ സെന്റർ. ഇവിടുന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ, ഇത് പെർപെൻഡിക്കുലർ ആണ്, എ ഡാഷ് പെർപെൻഡിക്കുലർ, ബി ഡാഷ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ബൈസെക്ടർ ഇങ്ങനെ വരും. പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ എക്സാക്ട് ഹാഫിലുള്ള ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ ഇത്? ഈ പോയിന്റ് ആണ് ഈ ലിങ്കിന്റെ ഐ സെന്റർ. മനസ്സിലാവുന്നുണ്ടോ? അതായത് now we assume that the motion of link AB from its initial position AB to its final position A dash B double dash took place with respect to the instantaneous center IAB or instantaneous center IBA. രണ്ടും പറയാം. അതായത് മോഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലെങ്കിൽ മോഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായിനോ? ഇതാണ് ജനറൽ കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ. ഇത് ഒരു ബോഡി ആസ് എ ഹോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളൂ. ഇതേ കൺസെപ്റ്റ് നമുക്കൊരു ബോഡിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാം. ഒരു ബോഡിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൊണ്ടുവരാം. ഇമാജിൻ ഞാനൊരു ലിങ്കിനെ പ്ലേസ് ചെയ്യുന്നു. Imagine you are having the link AB. ഇനി ഇതില് ഈ ലിങ്കിന്റെ പോയിന്റ് എ, ഇതൊരു എൻഡ് പോയിന്റ് ആണല്ലോ. both these are end points. ഈ എ എന്ന് പറഞ്ഞ എൻഡ് പോയിന്റിന്റെ ഇതിനൊരു വെലോസിറ്റി ആണ്. ഈ പോയിന്റ് ഇങ്ങോട്ടും ഈ പോയിന്റ് ഇങ്ങോട്ടും മൂവ് ചെയ്തിരിക്കാം. അതായത് ഇതിനെ ഞാൻ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? ഈ പോയിന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഈ പോയിന്റ് മേലേക്ക് മൂവ് ചെയ്യുന്നു. അതല്ലേ സംഭവിച്ചേ? ഒരു സിംഗിൾ ലിങ്ക് ആണ് അല്ലേ? അല്ലേ? പറഞ്ഞ പോയിന്റിന്റെ വെലോസിറ്റി, അതിന് ഞാൻ ഒരു വെലോസിറ്റി വെക്ടർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുന്നു. വെലോസിറ്റി വെക്ടർ ഓഫ് പോയിന്റ് എ. ബി മൂവ് ചെയ്യുന്നതിന്റെ വെലോസിറ്റി ഞാൻ ഇവിടെ ഒരു വെക്ടർ, നെക്സ്റ്റ് വെക്ടർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നു. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് അല്ലെ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആണ്. കറക്റ്റ് അല്ലേ? അല്ലേ? ഓക്കെ. എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഈ ഒരു ഇൻക്ലിനേഷന് ഞാൻ ആൽഫ എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ ഒരു ഇൻക്ലിനേഷൻ ബീറ്റ ആണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ബീറ്റ ആൽഫ. ഓക്കെ. സപ്പോസ് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ വെലോസിറ്റി ഈ ലിങ്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എന്റെ വെലോസിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം എത്ര ഒരു പർട്ടിക്കുലർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് അറിയാം. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഓഫ് പോയിന്റ് എ ഈസ് കംപ്ലീറ്റ്ലി നോൺ അല്ലെ? വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് പൊസസസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പൊ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് വെലോസിറ്റി നിങ്ങൾക്ക് ബോത്ത് കംപ്ലീറ്റ്ലി നോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ പറയാം, മാഗ്നിറ്റ്യൂഡ് പറയാം. പക്ഷെ ബിന്റെ ഡയറക്ഷൻ മാത്രമേ അറിയൂ. ഇത് 10 മീറ്റർ പെർ സെക്കൻഡിൽ ഈ ബോഡി ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞ എൻഡ് പോയിന്റ് എത്ര മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഹൗ ആർ വി ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്? നമുക്ക് അതിന് ആ ഒരു കാൽക്കുലേഷന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് യൂസിങ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണെങ്കിൽ ഇത് ഈ ഡയറക്ഷൻ, ഇത് ഈ ഡയറക്ഷനിൽ പോകുന്നു. സോ നമ്മൾ ഐസെന്റർ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ഏതൊരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൂവ്മെന്റിന് വി ആർ കൺസിഡറിംഗ് ഇറ്റ് ആസ് എ പ്യുവർ റൊട്ടേഷൻ ബേസ്ഡ് ഓൺ ആൻ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഒരു ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ ബേസിലാണ് അത് മൂവ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ആണ്. ആ ഐസെന്റർ നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യും. ആ ഐസെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ വെലോസിറ്റി വെക്ടേഴ്സ് എങ്ങനെയാണ്? ആ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർസ് വരയ്ക്കും. ബി എന്ന് പറഞ്ഞ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ് അല്ലെ? ഇതിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയല്ല പോകും. ഇതല്ലേ ഇതിന്റെ പെർപെൻഡിക്കുലർ. അതേപോലെ വി ബി ഇങ്ങനെയാണ്. വി ബിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിന്റെ പെർപെൻഡിക്കുലർ അല്ലെ? ഈ രണ്ട് പെർപെൻഡിക്കുലേഴ്സും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതാണ് ഈ പോയിന്റ്. ദിസ് ഈസ് ദി ഐ സെന്റർ.
അതായത് ഈ ബോഡി, ഇങ്ങനെയുള്ള ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ മൂവ്മെന്റിനെ ഒരു പ്യുവർ റൊട്ടേഷൻ ആയിട്ട് എടുത്തിട്ട് ആ റൊട്ടേഷൻ ബേസ് ചെയ്ത് ഈ ഒരു സെന്ററിന്റെ ബേസിൽ ഇത് മൂവ് ചെയ്യുന്നതിനുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ലിങ്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ആണ് എ ആൻഡ് ബി. ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി അല്ലെ? അപ്പൊ റിജിഡ് ബോഡിയാണ് ഇത്, ഫ്ലെക്സിബിൾ ബോഡി അല്ല, പൊട്ടിപ്പോകുന്ന ബോഡി അല്ല, റിജിഡ് ബോഡിയാണ്. അപ്പൊ റിജിഡ് ബോഡിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് എയും ബി ആണ്. റിജിഡ് ബോഡി ആസ് എ ഹോൾ മൂവ് ചെയ്യുന്നതാണെങ്കിൽ എക്ക് ഒരു സെപ്പറേറ്റ് വെലോസിറ്റി, ബിക്ക് ഒരു സെപ്പറേറ്റ് വെലോസിറ്റി, ഇങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ റിലേറ്റീവ് ആയിട്ട് വെലോസിറ്റി ഉണ്ടാവാൻ പാടില്ലല്ലോ. അതായത് എലോങ് ദ ലിങ്ക് എ ബി, ഈ പോയിന്റിന് ഈ പോയിന്റിന് രണ്ട് ഡിഫറെന്റ് വെലോസിറ്റി വരാൻ പാടില്ല. ഔട്ട്സൈഡ് എക്സ്റ്റേണൽ ആയിട്ട് ഈ രണ്ടിനും ഏത് ഡിഫറെന്റ് വെലോസിറ്റീസ് വേണമെങ്കിലും വരാം. ബട്ട് എലോങ് ദ ലിങ്ക് ഇതിന് രണ്ടിനും രണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല. കാരണം എന്താ? ഇതൊരു റിജിഡ് ലിങ്ക് ആണല്ലേ. ഇവിടെ കുറച്ച് ഇലാസ്റ്റിക് ടൈപ്പും ഇവിടെ കുറച്ച് സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു വളവും തിരിവൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു റിജിഡ് ലിങ്ക് ആണ്. ബോത്ത് ദി എൻഡ് പോയിന്റ്സ് വോണ്ട് ഹാവ് എനി വെലോസിറ്റി എലോങ് ദ ലിങ്ക്. ഈ ലിങ്കിന്റെ എലോങ് ആയിട്ട് അവർക്ക് ഡിഫറെന്റ് വെലോസിറ്റി ഉണ്ടാവില്ല അല്ലെ. ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ എലോങ് ദ ലിങ്ക് സെയിം വെലോസിറ്റി ആയിരിക്കും. ആ വെലോസിറ്റി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താണ്. അത് ഈ എലോങ് ദ ലിങ്ക് ഇതിന്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വി എന്നുള്ള എന്താ? വെലോസിറ്റി ഓഫ് പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ എലോങ് ദ ലിങ്ക് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ എലോങ് എ ബി എത്രയായിരിക്കും? എലോങ് എ ബി ഇതിന് ഇങ്ങോട്ട് റിസോൾവ് ചെയ്താൽ പോരെ അല്ലെ? ഈ വാല്യൂ എന്തായിരിക്കും? ബി എ കോസ് ആൽഫ ആയിരിക്കൂലേ ഈ വാല്യൂ? എലോങ് ദ ലിങ്ക് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ബി എ കോസ് ആൽഫ ആയിരിക്കും. സി, ഇതാണ് വെക്ടർ. ഞാൻ ഇവിടെ ഇതും ഒരു എക്സ് ആൻഡ് വൈ ആക്സ് ആയി കൺസിഡർ ചെയ്താൽ ഇതിന് ഇങ്ങോട്ട് എക്സ് ആക്സിസിലേക്കാണ് ഞാൻ റിസോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് മെക്കാനിക്സ്, എഞ്ചിനീയർ മെക്കാനിക്സ് പഠിച്ച ഫോഴ്സ് റെസൊല്യൂഷൻ. സിമിലർലി വി ബി ആണ്. ഇനി ഈ വി ബിയും എലോങ് ദ ലിങ്ക് എ ബി, ഈ എ ബിന്റെ എലോങ് ഈ ലൈൻ ഓഫ് ആക്ഷനിലൂടെയാണ് പോണെങ്കിൽ എന്ത് ചെയ്യണം? അഗൈൻ ഐ ഹാവ് ടു റിസോൾവ് അല്ലെ. ഞാൻ ഇവിടെ ഒരു എക്സ് ആക്സിസ് ഇവിടെ ഒരു വൈ ആക്സിസ് കൺസിഡർ ചെയ്താൽ ഈ വെക്ടറിനെ എനിക്ക് ഇങ്ങനെ റിസോൾവ് ചെയ്യാം അല്ലെ. ആ റെസൊല്യൂഷൻ എന്തായിരിക്കും? ഇതാണ് ആ വെക്ടറിന്റെ ഇത് വി ബി എന്തായിരിക്കും? cos beta. B cos വി ബി cos beta. Cos beta. So VA cos alpha എന്താ? Velocity of point A along AB. VB cos beta എന്താ? Velocity of point B along link AB. ഈ ഡയറക്ഷൻ. സോ ഇതൊരു റിജിഡ് ലിങ്ക് ആണ്. സോ റിജിഡ് ലിങ്ക് ആകുമ്പോൾ ഇതിനും along the ലിങ്കിന്റെ ഉള്ളിൽ തന്നെ രണ്ട് ഡിഫറെന്റ് സ്പീഡ് ഉണ്ടാവില്ല, വെലോസിറ്റി ഉണ്ടാവില്ല അല്ലെ. along the link എന്ന് പറഞ്ഞാൽ ത്രൂഔട്ട് ദ ലിങ്ക്, ലിങ്കിന്റെ ഇടയിൽ കൂടെ അതിന് വേറൊരു മോഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെലോസിറ്റി ഈക്വൽ ആയിരിക്കും. VA cos alpha should be equal to VB cos beta. ഇക്വേറ്റ് ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ VA by VB ആയിട്ട് എഴുതാം. cos beta divided by cos alpha കൂടെ. cos beta എന്താണ്? sin 90 minus beta divided by what is this one? sin 90 minus alpha. ഇങ്ങനെ എഴുതാമോ? ഇതെന്താണ്? VB ആണ് അല്ലേ. Let us keep it as such. ഇത് ഇങ്ങനെ തന്നെ വെക്കട്ടെ. കറക്റ്റ് അല്ലേ? ഇനി ഈ ഒരു ട്രയാങ്കിൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ ട്രയാങ്കിൾ എ ബി ഐ. ട്രയാങ്കിൾ എ ബി ഐ. ഞാൻ ഈ ട്രയാങ്കിൾ എ ബി ഐ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലാമീസ് തിയറം പണ്ടേ മാത്സിൽ പഠിക്കുന്ന സാധനം അല്ലേ. ലാമീസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? What was Lammy's theorem? Length of the opposite side divided by sine of angles. Sine of the opposite angle. അല്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾ. സോ ഈ ട്രയാങ്കിൾ എ ബി ഐയിൽ ഇഫ് ഐ അപ്ലൈ ലാമീസ് തിയറം എനിക്ക് എന്തെല്ലാം എഴുതാൻ പറ്റും? മൂന്ന് ഇക്വേഷൻ ഒക്കെ എഴുതാം. മൂന്ന് സൈഡിനെ റിഗാർഡ് ചെയ്തിട്ട് എനിക്ക് ഐ ക്യാൻ റൈറ്റ് മൂന്ന് ടേം ഉള്ള ഒരു ഇതായിട്ട് എഴുതാം. അതിന് പകരം എനിക്ക് ഇപ്പൊ ഇവിടെ തൽക്കാലം ഞാൻ എഴുതാം. ഞാൻ എ ഐ ആണ് ഈ സൈഡ് അല്ലെ. എ ഐ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ആണല്ലോ. സൈൻ ഓഫ് എ ഐ ഇതാണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ, ആ ആംഗിൾ ഇതാണ്. ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് ബീറ്റ ആണ്, ഇത് 90 ആണ്, ഇത് എത്രയായിരിക്കും? 90 മൈനസ് ബീറ്റ അല്ല. 90 മൈനസ് ബീറ്റ അല്ലേ? ദിസ് ഈസ് ബീറ്റ, ദിസ് ഈസ് 90, ദിസ് ഷുഡ് ബി 90 മൈനസ് ബീറ്റ. സൈൻ 90 മൈനസ് ബീറ്റ.
This can be again equated to where the equate ചെയ്യാനൊക്കെ BI side BI divided by E angle. ഇതിന്റെ BI എന്നുള്ള സാധനത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇതാണ്. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് ആൽഫയാണ്, ഇത് 90 ആണ്. This will be 90 minus 90 minus alpha. Sin 90 minus alpha. അല്ലേ? So how can I ഇതിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം? AI divided by BI should be equal to what? Sin 90 minus beta divided by sin 90 minus alpha. അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ് വിചാരിക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ് വിചാരിക്കുക. ഈ 2ന്റെയും 1ന്റെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്നല്ല. അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അല്ലേ? VA by VB is equal to what? AI divided by EI. എഴുതിക്കൂടെ? ഇത് മീൻ ചെയ്യുന്ന എന്താണ്? വാട്ട് ഡസ് ദിസ് മീൻ? ഇതിന്റെ അർത്ഥം എന്താ? VAയും AIയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഇല്ല. VA എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് പോയിന്റ് A ആണ്. AI എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് AI? Distance of the point from its instantaneous center. അല്ലേ? AI എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് A from its instantaneous center ആണ്. VA എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് A ആണ്. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ, ശ്രദ്ധിച്ച് നോക്കിയത്. ഒന്ന് നോക്കിയാട്ടെ. വാട്ട് ഈസ് VA AI? വാട്ട് ഈസ് VB BA? ഒന്ന് ശ്രദ്ധിച്ച് ഫിഗറിൽ നോക്കിയാൽ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കാം. കൺസെപ്റ്റ് ഇപ്പൊ തന്നെ മനസ്സിലാക്കും. കൺസെപ്റ്റ് മനസ്സിലാക്കണം, നമുക്ക് ന്യൂമറിക്കലിലേക്ക് പോകാൻ കഴിയില്ല. അല്ലേ? ഇതിനെനക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മനസ്സിലാക്കണേ, ഞാൻ വേറെ രീതിയിൽ നമുക്ക് എഴുതാം, മാറ്റി എഴുതാം. VA by AI is equal to VB by BA എന്ന് എഴുതാം. അല്ലേ? ഇങ്ങനെ എഴുതാം. Now what can you say about VA and AI? രണ്ടും പ്രൊപ്പോർഷണൽ അല്ലേ? Yes sir. അല്ലേ? That means velocity of the point A is proportional to what? The distance of the point from its instantaneous center. Velocity of the point B is proportional to what? The distance of the point B from its instantaneous center. അല്ലേ? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഈ റേഷ്യോ can be equated to omega. This ratio can be equated to what? Omega. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞ ടേം വെരി വെരി ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഈസ് നത്തിങ് ബട്ട് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി. എന്താണ് ആംഗുലാർ വെലോസിറ്റി? ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഞാനിപ്പോ ഇതിനിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയാൽ ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. ദാറ്റ് വെലോസിറ്റി ഈസ് ലീനിയർ, അല്ലെ? ബട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ വെലോസിറ്റി ലീനിയർ വെലോസിറ്റി എന്നല്ല പറയാ. ദിസ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആംഗുലാർ വെലോസിറ്റി. ഫാൻ ഓൺ ചെയ്ത ഫാൻ കറങ്ങുന്ന സമയത്ത് അതിന്റെ ബ്ലേഡിനുള്ളത് എന്താണ്? ആംഗുലാർ വെലോസിറ്റി ആണ്, അല്ലെ? ആംഗുലാർ വെലോസിറ്റി. സോ ദിസ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് ഇക്വേറ്റഡ് ടു ദ ടേം ഒമേഗ. ഇതാണ് നമുക്ക് ആക്ച്വലി ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കിട്ടുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതി നോക്കിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക്. ആ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? VA by AI is equal to VB by BI is equal to omega. That means VA നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു VA എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അറിയാം, അല്ലെ?
വെലോസിറ്റിന്റെ എ എന്ന് പറഞ്ഞ പോയിന്റ് വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് പറയാം, ഡയറക്ഷൻ പറയാം. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഡയറക്ഷൻ മാത്രം അറിയാം, മാഗ്നിറ്റ്യൂഡ് അറിയാം. അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? വി ബി ഡിവൈഡഡ് ബൈ വി ഐ ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് മാറ്റി എഴുതാം. ദാറ്റ് മീൻസ് വി ബി ക്യാൻ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ബി ഐ അല്ലേ? ഈ ലിങ്കിന്റെ ആംഗുലാർ വെലോസിറ്റി സപ്പോസ് എനിക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ലിങ്കിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിച്ചാൽ ആ ഇൻസ്റ്റന്റേനിയസ് സെന്ററിന് ഈ അല്ലെങ്കിൽ ഈ പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ ആ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് ആംഗുലാർ വെലോസിറ്റി ഓഫ് ദിസ് ലിങ്ക് വിൽ ഗിവ് മീ ദ വാല്യൂ ഓഫ് വെലോസിറ്റി. ഇല്ലേ? കിട്ടൂലേ? ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡിന്റെ കൺസെപ്റ്റ്. അതായത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ഒരു ഈ ലിങ്കിന്റെ വെലോസിറ്റിയോ അല്ലെങ്കിൽ ലിങ്കിന്റെ മേലുള്ള ഏതെങ്കിലും പോയിന്റിന്റെ വെലോസിറ്റിയോ നമ്മൾ അനാലിസിസ് ആയില്ലേ? അനാലിസിസ് ചെയ്യാൻ പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിയും മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ആക്സലറേഷനിലേക്ക് പോകാൻ പറ്റും. സോ ഇഫ് യു വാണ്ട്, ഇതിൽ നിന്ന് ഒറ്റ രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ഇതാണ്. ഇഫ് യു വാണ്ട് ടു അനലൈസ് ദിസ് ലിങ്ക് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് വെലോസിറ്റി, ഈ ലിങ്കിന്റെ ടോട്ടൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ, അല്ലെങ്കിൽ ഈ ലിങ്കിന്റെ മേലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ബി എന്ന് പറയുന്നത് ഈ ലിങ്കിന്റെ മേലുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ? ആ പോയിന്റ് വെലോസിറ്റീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ലിങ്ക് വയറിലേക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്താൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ ലിങ്കിന്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. എനിക്ക് പക്ഷെ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എന്ത് ലീനിയർ വെലോസിറ്റി അറിയാം. അങ്ങനെയാണെങ്കിൽ ആ ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു അൺനോൺ ആംഗുലാർ വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ the distance of the point from its instantaneous center അല്ലെ? ഈ ലിങ്കിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്താൽ ആ ഡിസ്റ്റൻസ് എനിക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ വി ബി ഡിവൈഡഡ് ബൈ ബി ഐ വിൽ ഗിവ് യു ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വെലോസിറ്റി ഓഫ് ദിസ് ടോട്ടൽ ലിങ്ക് അല്ലേ? പറയുന്നത് ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലായി? കൺസെപ്റ്റ് ക്ലിയർ ആയാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാകും എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം. ഫോർ ദ ടൈമിംഗ് അണ്ടർസ്റ്റാൻഡ്, ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്താ? ഒരു വെർച്വൽ കൺസെപ്റ്റ് ആണ്. ഏതൊരു ബോഡിന്റെ മോഷനും പ്യുവർ റൊട്ടേഷൻ ആണ് ബേസ്ഡ് ഓൺ എ സിംഗിൾ സെന്റർ പോയിന്റ് എന്നതാണ് നമ്മൾ കൺസീവ് ചെയ്തെടുക്കുന്നത്. ആ സെന്റർ പോയിന്റ് ഐ സെന്റർ എന്ന് പറയും. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. ഐ ഇൻസ്റ്റന്റേനിയസ് ആണ്. ഈ ഇൻസ്റ്റന്റിൽ ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഈ ലിങ്ക് ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് മോഷനിൽ ഞാൻ ഈ മൂവ് ചെയ്ത് പോകുന്ന ലിങ്കിനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ ഓൺ ചെയ്തു. ഈ ലിങ്ക് സ്റ്റിൽ മോഷനിലാണ്. ഞാൻ അടുത്ത ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് ഇതിന്റെ ഫോട്ടോ എടുത്താൽ ഈ ഐ സെന്റർ ആയിരിക്കൂല അവിടെ ഉണ്ടാകും. ആ ഐ സെന്റർ മാറും. ഇൻസ്റ്റന്റിൽ മാറുന്ന സാധനമാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. മനസ്സിലാകുന്നുണ്ടോ? സോ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ മാത്രമേ ഉള്ളൂ. ദിസ് കീപ്സ് ഓൺ ചേഞ്ചിങ്. അപ്പൊ നമുക്ക് തരുന്ന കണ്ടീഷൻ എന്താണ്? ഈ ലിങ്കിന്റെ ഓറിയന്റേഷൻ ഈ കണ്ടീഷനിൽ ഇത് ഹൊറിസോണ്ടൽ വെർച്ച ഇവിടെ ഇപ്പൊ ആൽഫ 60 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്. ഈ 60 ഡിഗ്രി ചെരിഞ്ഞ രീതിയിലുള്ള ലിങ്ക് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഇതൊരു 70 ഡിഗ്രി ആയിരിക്കും ചെരിവുണ്ടാവുക. ഈ പോയിന്റ് ചെരിവ് 70 ഡിഗ്രി ആയിരിക്കും. ഓരോ ഇൻസ്റ്റന്റിലും ഐ സെന്റർ മാറും. നമുക്ക് തരുന്ന ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റിൽ ലിങ്കിന്റെ പൊസിഷൻ ആയിരിക്കും. ഇപ്പൊ ഇതിപ്പോ ഞാൻ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ ലിങ്ക് ആണ് കാണിച്ചത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം ആയിരിക്കും. മെക്കാനിസത്തിൽ എന്താ ഉണ്ടാവുക? നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് ഉണ്ടാവുക. ഇന്റർ കണക്ടഡ് ലിങ്കുകളാണ് ഉണ്ടാവുക. സോ ഓരോ ലിങ്കിനും ഓറിയന്റേഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലിങ്കിന്റെ വെലോസിറ്റിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ലിങ്കിന്റെ ഒരു പോയിന്റിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യൽ ആയിട്ട് ക്വസ്റ്റ്യനിൽ ഗിവൺ വാല്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ആംഗുലാർ വെലോസിറ്റി തരും. അല്ലെങ്കിൽ ഈ ഇക്വേഷനെ റിലേറ്റ് ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് തരും. ഇതൊരു സിംഗിൾ ഇക്വേഷൻ ആണ് അല്ലെ? ഒരു സിംഗിൾ ഇക്വേഷനെ കൊണ്ട് എനിക്ക് ഒരു അൺനോണെ സോൾവ് ചെയ്യാൻ പറ്റും. 2 അൺനോൺ സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് 2 ഇക്വേഷൻ വേണം വേട്ടെ. സോ ഇതിൽ ഒരു അൺനോണേ പറ്റും. അപ്പോൾ ബാക്കി ഏതാണ് വാല്യൂ ഉള്ളത്? ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ ഒരു മെക്കാനിസം, ഒരു 4 ബാർ മെക്കാനിസം വരച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിനാണ് ചോദിച്ചത്. ആ ലിങ്ക് റിലേറ്റഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആദ്യം കണ്ടുപിടിച്ച് ലൊക്കേറ്റ് ചെയ്യും. ആ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ രീതിയിൽ ആ മെക്കാനിസം ആ മെക്കാനിസത്തിന്റെ ഒരു ഇക്വേഷൻ എഴുതിയാൽ നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, ബാക്കി ഞാൻ ഗ്രൂപ്പിൽ പറയാം. നമുക്ക് എന്തായാലും അഡീഷണൽ ക്ലാസ്സസ് വെക്കേണ്ടി വരും. ഞാനത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു. നമ്മള് വിൽ കണ്ടിന്യൂ. നെക്സ്റ്റ് എന്താണെന്നുള്ള ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് കണ്ടിന്യൂ. ഓക്കെ. Okay. Thank you, sir.